ഇന്ന് ബാബ് ദാദ വിശേഷിച്ച് തൻ്റെ നാലു ഭാഗത്തുമുള്ള അതി ഓമനകളായ അതി വേർപെട്ടുപോയി തിരിച്ച് കിട്ടിയ കുട്ടികളെ, കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടികളെ പരമാത്മാ സ്നേഹത്തിൻ്റെ പാത്രമായ കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്താനും അതുപോലെ വിചിത്രനായ ബാബ കുട്ടികളുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇന്ന് വിശേഷിച്ചും വിചിത്രനായ ബാബയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വന്നിരിക്കുകയല്ലേ? ഈ പിറന്നാൾ മുഴുവൻ കൽപ്പത്തിലും ഒരാൾക്കും ലഭിക്കില്ല. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല, അച്ഛൻ്റെയും കുട്ടികളുടെയും ഒരേ ദിവസം ബർത്ത്ഡേ ആഘോഷമുണ്ടാക്കുക. ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. അതിനാൽ നിങ്ങൾ എല്ലാവരും അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വന്നതാണോ അതോ കുട്ടികളുടെ കൂടി ആഘോഷിക്കാൻ വേണ്ടി വന്നതാണോ? എന്തുകൊണ്ടെന്നാൽ മുഴുവൻ കൽപ്പത്തിലും परमात्मा
അച്ഛൻ്റെയും പരമാത്മാ കുട്ടികളുടെയും സ്നേഹം ഇത്രയും അളവില്ലാത്തതാണ്. അതിനാൽ ഒരുമിച്ച് ജന്മം കൂടി ഉണ്ടായി. ബാബയ്ക്ക് ഒറ്റയ്ക്ക് വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യം ചെയ്യേണ്ട, മറിച്ച് കുട്ടികളോടൊപ്പമാണ് ചെയ്യേണ്ടത്. ഈ അലൗകികമായ കൂടെ ഇരിക്കുന്നതിൻ്റെ സ്നേഹം, കൂട്ടുകെട്ടിൻ്റെ സ്നേഹം, ഈ സംഗമയുഗത്തിൽ മാത്രമാണ് അനുഭവം ചെയ്യുന്നത്. അച്ഛൻ്റെയും കുട്ടികളുടെയും ഇത്രയും ആഴമേറിയ സ്നേഹം ജന്മം പോലും കൂടെയാണ്. എവിടെയാണ് ഇരിക്കുന്നത്? ഒറ്റയ്ക്കാണോ അതോ കൂടെയാണോ? ഓരോ കുട്ടികളും ഉണർവും ഉത്സാഹത്തോടു കൂടിയും പറയാറുണ്ട്, ഞങ്ങൾ ബാബയുടെ കൂടെ കമ്പൈൻഡാണ്. കമ്പൈൻഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്, ഒറ്റയ്ക്കൊന്നും ഇരിക്കുന്നില്ലല്ലോ. ജന്മം ഒരുമിച്ചാണ്, കൂടെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. പിന്നെ എന്താണ് പ്രതിജ്ഞയുള്ളത്? കൂടെയാണ്, കൂടെ തന്നെ ഇരിക്കും, കൂടെ തന്നെ പോകും. തൻ്റെ സ്വീറ്റ് ഹോമിലേക്ക്. ഇത്രയും സ്നേഹം ഏതെങ്കിലും അച്ഛനിലും കുട്ടികളിലും കണ്ടിട്ടുണ്ടോ?
सभी बचाओ कहाँ भी है ഏതൊരു കുട്ടി ആയിക്കോട്ടെ, कैसा भी है എവിടെ ആയിക്കോട്ടെ, എങ്ങനെയുള്ളതായിക്കോട്ടെ, लेकिन साथ है എന്നാൽ കൂടെ തന്നെയാണ്. और साथ ही चलने वाले കൂടെ തന്നെ പോകുന്നവരുമാണ്. ऐसा ഇങ്ങനെയുള്ള ये विचित्र വിചിത്രമായ और प्यारे ते प्यारा जन्मदिन ഏറ്റവും സ്നേഹത്തിലും സ്നേഹം നിറഞ്ഞ ജന്മദിനം मनाने आए ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. जैसा नमक मना रहे हो മുൻപിലിരുന്ന് ആഘോഷിക്കുന്നവരായാലും चाहे देश विदेश में ദേശവിദേശത്തിലുള്ളവരായാലും चारों ओर നാലു ഭാഗത്തുള്ളവരായാലും एक ही समय ഒരേ സമയത്ത് साथ साथ मना रहे हैं ഒരുമിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. बाप दादा चारों ओर ബാബ്ദാദ നാല് പാടും देख रहे हैं നോക്കിക്കൊണ്ടിരിക്കുകയാണ്. कैसे सभी बच्चे അതായത് എങ്ങനെയാണ് എല്ലാ കുട്ടികളും उत्साह से ഉണർവും दिली दिल में ഉത്സാഹത്തോടു കൂടി ഹൃദയം കൊണ്ട് ആഹാ ബാബ, ആഹാ बर्थडे ആഹാ ബർത്ത്ഡേ, ആഹാ പിറന്നാൾ का गीत गा रहे हैं ഈ പാട്ട് പാടുകയാണ്. बाप दादा के कानों में ബാബ്ദാദയുടെ स्विच खोलते हैं तो चारों ओर की आवाज കാതുകളിൽ की आवाज ബാബ്ദാദയുടെ കാതുകളിൽ സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ നാല് ഭാഗത്തെയും ശബ്ദം, सुनाई दे रहे ഹൃദയത്തിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ബാബ്ദാദ सभी बच्चों का എല്ലാ കുട്ടികളുടെയും उत्साह देख ഉത്സാഹം കണ്ടുകൊണ്ട് बच्चों को भी കുട്ടികൾക്കും अपने दिव्य जन्म की തൻ്റെ ദിവ്യജന്മത്തിൻ്റെ पदम 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 गुना കോടി 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 മടങ്ങ് फदाया दे रहे हैं। ആശംസകൾ നൽകുകയാണ്. वास्तव में വാസ്തവത്തിൽ सौ का अर्थ है ഉത്സവത്തിൻ്റെ അർത്ഥം ഇതാണ്: उत्साह में रहना ഉണർവും ഉത്സാഹത്തിലും ജീവിക്കുക. तो आप सभी അതിനാൽ നിങ്ങളെല്ലാവരും उत्साह से ഉത്സാഹത്തോടെ ये उत्सव मना
ഈ ഉത്സവം ആഘോഷിക്കുകയാണ്. नाम भी भक्तों ने പേരും ഭക്തർ शिवरात्रि रखा. ശിവരാത്രി എന്ന് വെച്ചിട്ടുണ്ട്. आज बाप दादा ഇന്ന് ബാബ്ദാദ उस भगत आत्मा ആ जिसने ഭക്ത ആത്മാക്കൾക്ക് आपके इस विचित्र जन्मदिन ആശംസ നൽകുകയായിരുന്നു. ആരാണോ താങ്കളുടെ ഈ വിചിത്രമായ ജന്മദിനം ആഘോഷിക്കുന്നത്, നല്ല രീതിയിൽ प्रेम ചെയ്തത് में मनाते. താങ്കൾ ജ്ഞാനത്തിൻ്റെയും പ്രേമത്തിൻ്റെയും രൂപത്തിൽ ആഘോഷിക്കുന്നു. उस भगत आत्मा ने ആ ഭക്തരാണെങ്കിലോ भावना श्रद्धा ആദരവോടുകൂടിയും ഭാവനയോടുകൂടിയും रूप में ആഘോഷിക്കുന്നത് आपके मनाने की അവർ നല്ല രീതിയിൽ കോപ്പി ചെയ്തിരിക്കുകയാണ്. तो आज उस बच्चे को അതുകൊണ്ട് मुबारक दे रहे थे. ആ ഭക്തരായ കുട്ടികൾക്ക് ആശംസകൾ നൽകുകയായിരുന്നു. अभी करने में കോപ്പി ചെയ്യുന്നതിൽ अच्छा पाठ बजे. അവർ നല്ല പാർട്ടാണ് കളിച്ചിരിക്കുന്നത്. देखो हर बात को कॉपी की है. कॉपी करने का भी तो अकल चाहिए ना. ബാബ അവർക്ക് ആശംസകൾ നൽകുകയാണ്. നോക്കൂ, ഓരോ കാര്യത്തെയും അവർ നല്ല രീതിയിൽ പകർത്തിയെടുത്തിട്ടുണ്ട്. പകർത്തുന്നതിനും ഒരു വിവേകം വേണമല്ലോ. मुख्य बात മുഖ്യമായ കാര്യം तो इस दिन भगत लोग भी ഇതാണ്. ഈ ദിവസം ഭക്തർ व्रत रखते हैं. വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. वो व्रत ആ വ്രതം खाने पीने का रखते हैं. കഴിക്കുന്നതിലും കുടിക്കുന്നതിലുമാണ്, भावना में ഭാവനയിലും. वृत्ति को മനോഭാവത്തെ श्रेष्ठ बनाने के लिए ശ്രേഷ്ഠമാക്കുന്നതിനാണ് व्रत रखते हैं. വ്രതം അനുഷ്ഠിക്കുന്നത്. औरों को हर वर्ष रखना पड़ता. അവർക്ക് ഓരോ വർഷവും വ്രതം എടുക്കേണ്ടി വരുന്നു. और आपने क्या व्रत लिया? എന്നാൽ നിങ്ങൾ എന്താണ് വ്രതം എടുത്തിരിക്കുന്നത്? एक ही बार व्रत लेते हो, वर्ष वर्ष व्रत नहीं लेते. ഒരു പ്രാവശ്യം വ്രതം എടുക്കുന്നു. വർഷം വർഷം വ്രതം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. एक ही बार व्रत लिया. ഒരേ ഒരു പ്രാവശ്യം വ്രതം എടുത്തിരിക്കുകയാണ്. पवित्रता का പവിത്രതയുടെ വ്രതം. सभी ने पवित्रता का व्रत लिया है. എല്ലാവരും പവിത്രതയുടെ खाली
വ്രതം എടുത്തിട്ടില്ലേ? जिन्होंने पक्का लिया वो हाथ उठाओ। പക്കയായി എടുത്തവർ ആരാണ്? ഉറച്ച പ്രതിജ്ഞ എടുത്തവർ കൈ ഉയർത്തു. थोड़ा भी कच्चा नहीं। അല്പം പോലും പാകപ്പെടാത്തവരില്ലല്ലോ? പാകപ്പെടാത്തവരില്ലല്ലോ? अच्छा व्रत तो लिया। ഉറപ്പ്, പക്കയായ വ്രതമാണ് എല്ലാവരും എടുത്തിരിക്കുന്നത്. ഒരു ചോദ്യം ഇല്ലല്ലോ? लेकिन अपवित्रता के നല്ലത്. വ്രതം എടുത്തതിന് എല്ലാവർക്കും ആശംസകൾ. പക്ഷേ അപവിത്രതയ്ക്ക് साथी है, മുഖ്യമായും 5 കൂട്ടുകാരുണ്ട്. ठीक है ना? कांधे लाओ। ശരിയല്ലേ? തലയാട്ടു. अच्छा 5 का व्रत लिया है, ശരി. ആ 5ൻ്റെയും 3 का लिया है। വ്രതം എടുത്തില്ലേ? क्यों? അതോ 2 മാത്രമാണോ? അല്ലെങ്കിൽ 3 വ്രതമാണോ എടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ जहाँ पवित्रता है എവിടെയാണോ പവിത്രത ഉള്ളത് അവിടെ अगर अंश मात्र भी അഥവാ അംശമെങ്കിലും अपवित्रता है അപവിത്രത ഉണ്ടെങ്കിൽ तो संपूर्ण സമ്പൂർണ്ണ पवित्र आत्मा പവിത്ര ആത്മാവ് कहा जाएगा। എന്ന് പറയാൻ സാധിക്കുമോ? और आप ब्रह्मात्माओं की നിങ്ങൾ ബ്രാഹ്മണ ആത്മാക്കളുടെ तो पवित्रता പവിത്രത ब्राह्मण जन्म की ബ്രാഹ്മണ ജന്മത്തിൻ്റെ प्रॉपर्टी है, സ്വത്താണ്, पर्सनलिटी है, വ്യക്തിത്വവുമാണ്, रॉयलिटी है। കുലീനതയുമാണ്. तो चेक करो അതുകൊണ്ട് പരിശോധിക്കൂ. कि संपूर्ण पवित्रता में സമ്പൂർണമായ പവിത്രതയ്ക്ക് വേണ്ടി ऐसे तो नहीं, ഇങ്ങനെയല്ല, मुख्य पवित्रता के ऊपर മുഖ്യമായും പവിത്രതയുടെ മേൽ अटेंशन है, അറ്റൻഷൻ ഉണ്ട്. लेकिन എന്നാൽ और जो साथी है വേറെ കൂട്ടുകാരുണ്ടല്ലോ, तो नहीं छोड़ा है। അതിനെ ശ്രദ്ധിക്കാതെ വെറുതെ വിട്ടിരിക്കുകയല്ലേ? छोटों से प्यार रखा है और बड़े को टिकी है। ചെറുതിനെ സ്നേഹിക്കുന്നു, വലുതിനെ ശരിയാക്കുകയും ചെയ്തിരിക്കുന്നു. तो क्या बाप की छुट्टी है? എന്താ നിങ്ങൾക്ക് ബാബ അതിന് അവധി തന്നിട്ടുണ്ടോ? जा रहे ഓക്കെ ചെയ്തോളൂന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബാബ. അതായത് पवित्र മറ്റ് 4 വികാരങ്ങളെയും കൂട്ടുകാരാക്കിക്കോളൂ എന്ന് ബാബ പറഞ്ഞിട്ടുണ്ടോ? ब्रह्मचर्य को नहीं कहा जाता। ब्रह्मचारी കേവലം ബ്രഹ്മചര്യമല്ല പവിത്രത,
പക്ഷേ ബ്രഹ്മചര്യത്തിനോടൊപ്പം തന്നെ ബ്രഹ്മചാരിയും ആകണം. ബ്രഹ്മചാരി ആകുക അർത്ഥം പവിത്രതയുടെ വ്രതം പാലിച്ചു എന്നതാണ്. ചില കുട്ടികൾ ആത്മീയ സംഭാഷണം ചെയ്യുന്നു. ആത്മീയ സംഭാഷണം എല്ലാവരും ചെയ്യാറില്ലേ? വളരെ മധുരമധുരമായാണ് സംസാരിക്കുന്നത്. പറയാറുണ്ട്, ബാബ മുഖ്യമായതിൽ ഞങ്ങൾ പക്കയല്ലേ, ബാക്കിയെല്ലാം ചെറുത് ചെറുതല്ലേ. ഇടയ്ക്ക് മനസ്സിൽ സങ്കല്പത്തിൽ വരുന്നുണ്ട്. മനസ്സിൽ സങ്കല്പ രൂപത്തിൽ വരുന്നുണ്ട്, പക്ഷേ വാക്കിൻ്റെ രൂപത്തിൽ വരാറില്ല. അതായത് മനസ്സിലെ വിചാരങ്ങളെ ആരും കാണുന്നില്ലല്ലോ. ചിലർ പിന്നീട് പറയാറുണ്ട്, ചെറിയ ചെറിയ കുട്ടികളോട് സ്നേഹം തോന്നാറില്ലേ? അതുപോലെ ഈ നാലിനോടും സ്നേഹം തോന്നും. ക്രോധം വരുന്നുണ്ട്, മോഹം വരുന്നുണ്ട്. ആഗ്രഹിക്കുന്നൊന്നുമില്ല, എന്നാൽ അത് തനിയെ വരികയാണ്. ബാബ്ദാദ പറയാണ്, ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ വാതിൽ തുറക്കുമ്പോഴല്ലേ വരിക, അകത്തേക്ക് പ്രവേശിക്കുക. അതിനാൽ എന്തിനാണ് നിങ്ങൾ വാതിൽ തുറക്കാൻ പോകുന്നത്? കുറവിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ബലഹീനതയുടെ വാതിൽ തുറക്കുക അർത്ഥം അതിനെ അകത്തേക്ക് വിളിക്കുക എന്നതാണ്. അതിനാൽ ഇന്നത്തെ ദിവസം അച്ഛൻ്റെയും കുട്ടികളുടെയും പിറന്നാൾ ദിനം ആഘോഷിക്കുകയാണ്. പക്ഷെ ജനിച്ചതും വ്രതത്തിൻ്റെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആദ്യം ബാബ എന്ത് വരദാനം തന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ? പിറന്നാളിൻ്റെ വരദാനം ഓർമ്മയുണ്ടോ? എന്താണ് തന്നത്? പവിത്ര ഭവ, യോഗി ഭവ. എല്ലാവർക്കും വരദാനം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ടല്ലോ അല്ലേ? മറന്നിട്ടൊന്നുമില്ലല്ലോ. പവിത്ര ഭവയുടെ വരദാനം ഒന്നിനു മാത്രമല്ല, 5നും ചേർത്തിട്ടാണ് തന്നിരിക്കുന്നത്. 5 വികാരങ്ങളെയും ചേർത്തിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ബാബ്ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? പിറന്നാൾ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. ബാബയുടെ ആഘോഷിക്കണം. ശിവരാത്രി ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പിറന്നാൾ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടോ? അതോ വെറും കൈയോടെയാണോ വന്നിരിക്കുന്നത്?
എന്നാൽ ഇന്നത്തെ ദിനം बाप दादा की ബാബ്ദാദയുടെ शुभ आशा ശുഭ ആശ ആഗ്രഹമാണ്. തൻ്റെ आशाओं के दीपक प्रज्वलित എൻ്റെ ദീപങ്ങളായ കുട്ടികൾക്ക് तो बताए പറയട്ടെ, बताओ बताए പറയൂ, बताए പറയൂ. बताना माना बताना व सुनना माना क्या? एक कान से सुनना और दिल में समा देना, ऐसे എല്ലാവരും निकालेंगे പറയൂ. तो नहीं, इतने तो नहीं है, लेकिन दिल में ही समा देते हैं. മനസ്സിലാണ് കുട്ടികളെ ലയിപ്പിച്ചു വെച്ചിരിക്കുന്നത്. आज के दिन ഇന്നത്തെ ദിവസത്തിൽ बताए, പറയൂ. पहले लाइन बताओ. ആദ്യത്തെ ലൈനുകാർ പറയൂ. गाने लाओ, തലയാട്ടു, ടീച്ചേഴ്സ് टीचर्स गाने लाओ. തലയാട്ടു. आज വളരെ നല്ലത്. फॉरेनर्स വിദേശികൾ बताए, പറയൂ. अपने को बांधना पड़ेगा, നിങ്ങൾക്ക് നിറവേറ്റേണ്ടതായിട്ട് വരും, ऐसे ही नहीं. വെറുതെ അല്ല. तो आज के दिन भगत ഇന്നത്തെ ദിവസത്തിൽ ഭക്തർ जागरण करते हैं, ഉറക്കമൊഴിച്ചിരിക്കാറുണ്ട്, सोते नहीं है. ഉറങ്ങാറില്ല. आप बच्चों का जागरण कौन सा है? നിങ്ങൾ കുട്ടികളുടെ ഉറക്കമൊഴിക്കൽ എന്താണ്? ജാഗരണം എന്താണ്? सी नींद में घड़ी घड़ी सो जाते हो, अलबेलापन ഏത് ഉറക്കത്തിലാണ് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നത്? बहानेबाजी के അലസത, അശ്രദ്ധ, ഒഴിവ് കഴിവുകളിൽ ഉറങ്ങുന്നു. ഇടയ്ക്കിടയ്ക്ക് सो ഉറങ്ങാറുണ്ട്. जाते हैं. വിശ്രമത്തോടു കൂടിയിട്ടാണ് ഉറങ്ങുന്നത്. आज बाप दादा അതുകൊണ്ട് ഇന്ന് ബാബ്ദാദ तीन बातों का ഈ 3 കാര്യങ്ങളെ हर समय जागरण देखने चाहता है. ഈ 3 കാര്യങ്ങളിൽ നിന്നും ഓരോ നിമിഷവും ജാഗരൂകരായി ഇരിക്കുന്നത് കാണാൻ ബാബ ആഗ്രഹിക്കുന്നു. അശ്രദ്ധ, അലസത, ഒഴിവുകൾ. कभी भी देखो क्रोध आता है, अपमान आता है, ക്രോധം വരും, അപമാനം വരും, लोभ आता है. ലോഭം വരും. कारण क्या बताते हैं? അപ്പോഴെല്ലാം കാരണം എന്താ പറയാറുള്ളത്? एक बाप दादा को ट्रेडमार्क दिखाई देती है. कोई भी बात होती है ना, എന്ത് പ്രശ്നം വന്നാലും तो क्या कहते हैं, ये तो चलता है, എന്താ കുട്ടികൾ പറയാറുള്ളത്? नहीं किसने चलाया है. പറയാറുണ്ടല്ലോ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, कहते हैं ആരാ ഇതിലെല്ലാം പരിവർത്തനം കൊണ്ടുവന്നിരിക്കുന്നത്? ഇതൊക്കെ സാധാരണമാണല്ലോ, ये कोई नई बात तो नहीं है, ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ, होता ही है. ഇതൊക്കെ നടക്കുന്നതാണ്. ये क्या है, अलबेलापन नहीं है. ഇതാണ് അലസത.
അവരും ചെയ്യുന്നുണ്ടല്ലോ. मेजॉरिटी ഭൂരിപക്ഷം क्रोध से बचने के लिए ക്രോധത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ये किया तब हुआ. അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നത്. किया ना, അവർ ചെയ്തില്ലേ? ये हुआ ना, ഇത് സംഭവിച്ചില്ലേ? इसलिए हुआ. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. पर दोष रखना बहुत सहज. മറ്റുള്ളവരുടെ മേൽ ദോഷം ചാർത്തുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. तो नहीं होगा. ഇവർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. आपने कहा ബാബ പറയാണ് वो नहीं होगा. അതൊരിക്കലും ചെയ്യരുത്. वो करे तो होगा. बाप की श्रीमत पर क्या क्रोध को नहीं खत्म कर सकते. ബാബയുടെ ശ്രീമതം എന്താണ്? ബാബ ഒരിക്കലും ആർക്കും അനുവാദം തന്നിട്ടില്ല ക്രോധിക്കാനായിട്ട്. क्रोध का बच्चा रोब. ക്രോധത്തിൻ്റെ കുട്ടിയാണ് ആവേശം. रोब भी भिन्न भिन्न प्रकार की. ആവേശം തന്നെ വ്യത്യസ്തമായ രൂപത്തിൽ വരും. तो क्या അതുകൊണ്ട് आज 4 का भी व्रत लेंगे. 4 എണ്ണത്തിൻ്റെ വ്രതം എടുക്കണം. बात का विशेष दृढ़ संकल्प ഈ 4 കാര്യത്തിൻ്റെ മേലും പല കുട്ടികളും ദൃഢസങ്കല്പം എടുത്തിട്ടുണ്ട്. क्या ऐसे ही चार का संकल्प ये बहाना नहीं देना. इसने ये ഒരിക്കലും किया तब ഒഴിവ് കഴിവ് പറയരുത്. 4 എണ്ണത്തിൻ്റെ മേലും बार बार കുട്ടികൾ രക്ഷപ്പെടണം. वो याद नहीं. അവരങ്ങനെ അത് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്. ये बहानेबाजी हुई ना. ഇതെല്ലാം ഒഴിവ് കഴിവല്ലേ? तो आज बर्थडे की അതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ ഗിഫ്റ്റായി ബാബ് ദാദാ तीन आधार जो 4 को हल्का कर देते हैं. ഈ 4 വിഷയത്തെയും ബാബ പറയാണ് ലൈറ്റായിട്ട് വിടരുത്. का सामना तो करना ही है. ഈ 4ൻ്റെയും വ്രതം എടുക്കണം. എനിക്ക് हर का ചെയ്യുക തന്നെ വേണം. ദൃഢസങ്കല്പം എടുക്കണം. पर एक जन्म की पढ़ाई ഒരു ജന്മത്തിൻ്റെ പഠിപ്പ്, सारे कल्प की प्राप्ति. മുഴുവൻ കൽപ്പത്തിൻ്റെ പ്രാപ്തി, कल्प राजभाग, അരകൽപ്പം രാജ്യഭാഗ്യം, कल्प पूज्य. അരകൽപ്പം പൂജ്യ സ്വരൂപം, പൂജ്യ അവസ്ഥയിൽ सारे कल्प की മുഴുവൻ കൽപ്പത്തിൻ്റെയും एक जन्म में प्राप्ति. പ്രാപ്തി ഒരു ജന്മത്തിൽ മാത്രമാണ് കിട്ടുന്നത്. जन्म അതും ചെറിയൊരു ജന്മം. फुल जन्म नहीं है. जो ഫുൾ ജന്മവും ഇല്ല, മുഴുവൻ ജന്മവും ഇല്ല, ഒരു ചെറിയ ജന്മം. നമ്മളെല്ലാം ബാബയുടെ അടുത്തേക്ക് വന്നത് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ജന്മം. तो क्या हिम्मत है. അതുകൊണ്ട് ഈ വ്രതം എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആരാണോ മനസ്സിലാക്കിയത് समझते हैं हिम्मत रखेंगे जरूर. തീർച്ചയായും ഞങ്ങൾ ധൈര്യം കാണിക്കും, करेंगे ഞങ്ങൾ പുരുഷാർത്ഥം ചെയ്യും, टेंशन रखें ശ്രദ്ധിക്കും, कि
അങ്ങനെയുള്ളവർ കൈ ഉയർത്തു. അല്ലാതെ ശ്രദ്ധിക്കാം, നോക്കാം, ശ്രമിക്കാം ഇങ്ങനെ ഒരിക്കലും പറയരുത്. कोई भरोसा नहीं। കാരണം സമയത്തെ ആർക്കും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. और इस അതിനാൽ ഈ ज्ञान के आधार पर ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ हर पुरुषार्थ के बाद में പുരുഷാർത്ഥത്തിൻ്റെ കാര്യത്തിൽ काल का हिसाब है। വളരെ കാലത്തിൻ്റെ കണക്കുണ്ട്. ഓരോ പുരുഷാർത്ഥത്തിൻ്റെ പിന്നിൽ ആധാരത്തിൽ വളരെ കാലത്തിൻ്റെ കണക്കുണ്ട്. बहुत काल का हिसाब है। വളരെ കാലത്തിൻ്റെ കണക്കുണ്ട്. क्योंकि प्राप्ति കാരണം പ്രാപ്തി हर एक क्या चाहते हैं, എല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്നത്? उठवाते हैं। ഇപ്പോൾ കൈ പൊക്കാൻ പറഞ്ഞാൽ राम सीता बनेगा कोई, ആരെങ്കിലും जो राम सीता രാമനും സീതയാകണമെന്ന് പറഞ്ഞാൽ കൈ പൊക്കുമോ? അങ്ങനെയുള്ള ഒരു കൈ ഉയർത്തു എന്ന് പറഞ്ഞാൽ राजा ही मिलेंगी। രാജ്യാധികാരം കിട്ടും. कोई हाथ उठा रहे हैं। ആരെങ്കിലും കൈ ഉയർത്തോ? सीता बनेंगे, लक्ष्मी नारायण नहीं बनेंगे। ലക്ഷ്മി നാരായണനാകില്ല, രാമനും സീതയെ ആകാൻ സാധിക്കുള്ളൂ. രാജ്യാധികാരം കിട്ടും. हमारे नर्स में कोई उठाता है। ആരെങ്കിലും കൈ ഉയർത്തോ? രാമനും സീതയെ ആകണം എന്ന് പറഞ്ഞാൽ बहुत काल का भाग्य प्राप्त करने चाहते हो। എല്ലാവരും വളരെ കാലത്തിൻ്റെ പ്രാപ്തി ആണ് ആഗ്രഹിക്കുന്നത്. अर्थात बहुत काल का राज भाग्य। ലക്ഷ്മി നാരായണനാകുക അർത്ഥം അനേകം കാലത്തിൻ്റെ രാജ്യഭാഗ്യം നേടലാണ്. काल की വളരെ കാലത്തിൻ്റെ രാജ്യഭാഗ്യം, വളരെ കാലത്തിൻ്റെ പ്രാപ്തിയാണ്. हर बात में बहुत काल तो चाहिए ना। അതിനാൽ ഇവിടുത്തെ പുരുഷാർത്ഥവും വളരെ കാലത്തിൻ്റെതായിരിക്കണമല്ലോ. जन्म के बहुत काल का संस्कार है तो कहते हो ना, 63 ജന്മങ്ങളിലെ അനേക കാലങ്ങളിലെ സംസ്കാരം ഉള്ളത് കൊണ്ടല്ലേ പറയുന്നത് जन्म का എൻ്റെ ഭാവം ഇതായിരുന്നില്ല, എൻ്റെ ഭാവന അങ്ങനെ ആയിരുന്നില്ല, 63 ജന്മങ്ങളിലെ സംസ്കാരമാണ് എന്ന് പറയുന്നു. ബാബ പറയണ ഇത് വളരെ കാലത്തെ കണക്കല്ലേ. അതിനാൽ ബാബ്ദാദ ആഗ്രഹിക്കുകയാണ്, यही चाहते हैं ഇതാണ് ആഗ്രഹിക്കുന്നത്. कि संकल्प में സങ്കല്പത്തിൽ दृढ़ता की कमी हो जाएगा। ദൃഢതയുള്ള സങ്കല്പമാണ് കൊണ്ടുവരേണ്ടത്. चलने दो, कौन बना है? കുട്ടികൾ പലപ്പോഴും ദൃഢതയിൽ കുറവുകൾ വരുന്നു. അപ്പോൾ ഇങ്ങനെ പറയും, ആരെ ഇപ്പം പരിവർത്തനപ്പെട്ടിരിക്കുന്നത്, ഇതൊക്കെ നടക്കുന്ന കാര്യമല്ലേ, അങ്ങനെ പറഞ്ഞ് അതിനെ ലൂസാക്കി വിടുന്നുണ്ട്. अपनी हिम्मत नहीं चलती ना, तो कहते हैं महारथी भी ऐसे ही करते हैं। എല്ലാവരും അവരവരുടേതായ രീതിയിൽ ഒഴിവുകൾ പറയുകയാണ്. മഹാരഥികൾ പോലും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ ചെയ്തുകൂടാ? दादा पूछते हैं പക്ഷേ ബാബ്ദാദ ചോദിക്കുകയാണ്, कि क्या जिस समय महारथी गलती करता है ഏത് സമയത്താണോ മഹാരഥി എന്ന് പറയുന്നവർ ആ തെറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് അവർ മഹാരഥിയാണോ? तो महारथी का नाम क्यों खराब करते हो? അതുകൊണ്ട് എന്തിനാണ് മഹാരഥിമാരെ നോക്കിയിട്ട് മഹാരഥിമാരെന്ന് പറഞ്ഞിട്ട് മഹാരഥിയുടെ പേരിനെ ചീത്തയാക്കുന്നത്? ആ സമയത്ത് അവർ മഹാരഥിയല്ല. महारथी कह के अपने को कमजोर करना, മഹാരഥിമാരുടെ പേര് പറഞ്ഞിട്ട് സ്വയത്തെ ദുർബലപ്പെടുത്തുന്നത് സ്വയം വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, സ്വയം തന്നെ വഞ്ചിതരാവുകയാണ് ചെയ്യുന്നത്. दूसरे को देखना सहज होता है, മറ്റുള്ളവരെ നോക്കുക എന്ന് പറയുന്നത് अपने സഹജമാണ്. को देखने में थोड़ी हिम्मत चाहिए। സ്വയത്തെ നോക്കണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം. तो आज बाप दादा ऐसा അതിനാൽ ഇന്ന് ബാബ്ദാദ കണക്ക് പുസ്തകം ശുദ്ധമാക്കാൻ, ശരിയാക്കുന്ന സമ്മാനം നേടാൻ गिफ्ट लेने आए।
വന്നിരിക്കുകയാണ്. कमजोरी और बहानेबाजी का हिसाब किताब ദുർബലതയുടെയും അതോടൊപ്പം ഒഴിവ് കഴിവിൻ്റെയും വളരെ വലിയ പുസ്തകമുണ്ട്. അതിനെ ഇല്ലാതാക്കണം. ഈ ഗിഫ്റ്റാണ് ബാബയ്ക്ക് ആവശ്യം. तो हर एक संग जो समझते हैं ആരാണോ ചെയ്ത് കാണിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ചെയ്യുക തന്നെ വേണം. झुकना ही है, തല കുനിക്കണം. बदलना ही है. എനിക്ക് പരിവർത്തനം കൊണ്ടുവരിക തന്നെ വേണം. परिवर्तन सेरेमनी मनानी है. അങ്ങനെയുള്ളവരുടെ പരിവർത്തനത്തിൻ്റെ ഉത്സവം ആഘോഷിക്കണം. जो समझते हैं संकल्प करेंगे, ആരാണോ വിചാരിച്ചിരിക്കുന്നത് സങ്കല്പം എടുക്കുക തന്നെ ചെയ്യും, ഞാൻ ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും, അങ്ങനെയുള്ള ഒരു കൈ ഉയർത്തു. चालू संकल्प भी होता है और दृढ़ संकल्प भी होता है. तो आप सबने दृढ़ उठाया है. दृढ़ വെറുതെ ഒരു സങ്കല്പം എടുക്കാൻ പാടില്ല. ദൃഢസങ്കല്പമാണ് എടുക്കേണ്ടത്. इतना नहीं, बराबर ദൃഢസങ്കല്പം എടുക്കണം. മധുവൻകാര് കൈ ഉയർത്തു. या मधुबन वाले बैठते हैं. ചെറിയ കൈ ഉയർത്തിയാൽ പോരാ, വലിയ കൈ തന്നെ ഉയർത്തണം. बहुत नजदीक बैठने का चांस. മധുവൻകാർക്ക് വളരെ സമീപത്തിരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. सामने बैठे हैं. വളരെ അടുത്തിരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. पहली सीट मधुबन वालों को मिलती है. ആദ്യത്തെ സീറ്റ് മധുബനിലുള്ളവർക്കാണ് ലഭിക്കുന്നത്. ബാബ്ദാദിക്ക് അതിൽ സന്തോഷമുണ്ട്. पहले बैठे हो, पहले ही रहना. ആദ്യം ഇരിക്കുന്നവരല്ലേ, അതുകൊണ്ട് ആദ്യം തന്നെ വരണം, ആദ്യം തന്നെ ചെയ്യണം. तो आज की गिफ्ट तो बढ़िया हुई ना. ഇന്നത്തെ ഗിഫ്റ്റ് വലിയ ഗിഫ്റ്റായില്ലേ? दादा को भी खुशी है. ബാബ്ദാദിക്കും വളരെയധികം സന്തോഷമുണ്ട്. क्यों? കാരണം कि आप एक नहीं हो. നിങ്ങൾ ആരും ഒരാളല്ലല്ലോ. आपके पीछे നിങ്ങളുടെ പിന്നിൽ अपने राजधानी में നിങ്ങളുടെ രാജധാനിയിലെ आपकी रॉयल फैमिली, നിങ്ങളുടെ രാജകീയ കുടുംബമുണ്ട്, की रॉयल प्रजा, നിങ്ങളുടെ രാജകീയ പ്രജകളുണ്ട്. फिर द्वापर से പിന്നെ ദ്വാപരയുഗം മുതൽ आपके भगत നിങ്ങളുടെ ഭക്തരുണ്ട്. रजो तमो गुण സദോ രജോ തമോ ഗുണി, ഇങ്ങനെ 3 പ്രകാരത്തിലുള്ള ഭക്തരുണ്ട്. लाइन है आपके पीछे. നിങ്ങളുടെ പുറകിൽ വളരെ നീണ്ട നിരകളാണുള്ളത്. आप करेंगे അതുകൊണ്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് वो आपके पीछे वाले. അത് നിങ്ങളുടെ പിറകിലുള്ളവരും ചെയ്യുക തന്നെ ചെയ്യും. आप बहानेबाजी देते हो നിങ്ങൾ ഒഴിവ് കഴിവുകൾ പറഞ്ഞാൽ तो आपके भगत भी बहुत നിങ്ങളുടെ ഭക്തരും വളരെയധികം ഒഴിവ് കഴിവുകൾ പറയും. अभी प्रमाण परिवार भी ഈ ബ്രാഹ്മണ പരിവാരവും आपको देख काफी उल्टी कापी करने में तो होशियार होते हैं. നിങ്ങളെ കണ്ട് തലകീഴായ കോപ്പി അടിക്കുന്നതിൽ ബുദ്ധിശാലികളാണ്. तो अभी दृढ़ संकल्प അതുകൊണ്ട് ഇപ്പോൾ ഈ ദൃഢസങ്കല്പം ചെയ്യൂ. कार का टकरो. സംസ്കാരത്തിൻ്റെ ഉരസലുണ്ടായിക്കോട്ടെ, स्वभाव का സ്വഭാവത്തിൻ്റെ दो അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കോട്ടെ,
മൂന്നാമത്തെ കാര്യം कमजोर होने की होती है। കുറവുകളാണുള്ളത്. कोई ने किसी के ऊपर ആരുടെയെങ്കിലും മേലെ की बात कह दी അസത്യമായ കാര്യം പറയുകയാണെങ്കിൽ तो कई बच्चे कहते हैं അപ്പോൾ ചില കുട്ടികൾ അത് കേട്ടിട്ട് പറയാറുണ്ട്, क्रोध आता അപ്പോൾ ക്രോധം വരുന്നത് അപ്പോഴാണ്. അവർ അസത്യം പറയുന്നത് കാണുമ്പോഴാണ് ക്രോധം വരുന്നതെന്ന് പറയാറുണ്ട്. सच्चे बाप പക്ഷേ സത്യമായ ബാബ कराया। सच्चा बाप आपके साथ है। സത്യമായ ബാബ നിങ്ങളുടെ കൂടെയുണ്ട്. सारी झूठी दुनिया ഇത് മുഴുവൻ അസത്യത്തിൻ്റെ ലോകമാണ്. और एक बाप आपके साथ है। ഒരു ബാബ നിങ്ങളുടെ കൂടെയുണ്ട്. आपकी निश्चित हुई बड़ी അപ്പോൾ തീർച്ചയായിട്ടും വിജയം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ വിജയം നിശ്ചിതമാണ്. നിങ്ങളെ ആർക്കും ഇളക്കാൻ കഴിയില്ല. कह रहे हैं झूठ है तो झूठ को झूठी कर दो ना। അതുകൊണ്ട് അവർ അസത്യം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. വാസ്തവത്തിൽ അവരും അസത്യമായിട്ടുള്ളവരാണ്. അപ്പം നമ്മളും അസത്യമുള്ളവരായി മാറിയില്ലേ? എന്തിനാണ് ക്രോധിച്ച് അസത്യത്തെ വർദ്ധിപ്പിക്കുന്നത്? को बहानेबाजी अच्छी नहीं लगती। ബാബയ്ക്ക് ഈ ഒഴിവ് കഴിവുകൾ പറയുന്നത് അത്ര ഇഷ്ടമല്ല. ये हुआ ये हुआ ഇത് നടന്നു. गीत ഇങ്ങനെയുള്ള ഈ പാട്ട് ഇപ്പോൾ തന്നെ നിർത്തണം. अच्छा हुआ अच्छा होगा നല്ലതേ നടക്കൂ, अच्छा നല്ലതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നല്ലതാണ് നടക്കുക. अच्छा 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 എപ്പോഴും गीत को നല്ലത് എന്നുള്ള പാട്ട് പാടും. पसंद है ഇഷ്ടമായോ? पसंद है। ഇഷ്ടമായോ? बहानेबाजी को खत्म करेंगे ഒഴിവ് കഴിവിനെ ഇല്ലാതാക്കില്ലേ? हाथ उठाओ രണ്ട് കൈകൾ ഉയർത്തൂ, നന്നായി വീശൂ. വളരെ നല്ലത്. हाँ हिलाओ अच्छी तरह से हिलाओ। നന്നായി വീശൂ. अच्छा देखो देखने वाले भी हाथ हिला रहे हैं। നോക്കുന്നവരും കൈ ഉയർത്തുന്നുണ്ട്. कहाँ भी देख रहे हैं हाथ हिलाओ। आप तो हिला रहे हो। എല്ലാവരും നന്നായി കൈ ഉയർത്തുന്നുണ്ട്, കൈ വീശുന്നുണ്ട്. ശരി, ഇനി താഴെ ആക്കിക്കോളൂ. अपने परिवर्तन की ഇനി ताली നിങ്ങൾ നിങ്ങളുടെ പരിവർത്തനത്തിൻ്റെ കൈയടിക്കൂ. अच्छा ശരി, ये दिन समय ഈ ദിനം, ഈ സമയം गठन का चित्र സംഘടനയുടെ ചിത്രം सदा अपने സദാ തൻ്റെ सामने रखना। സമീപത്ത് വയ്ക്കണം. कभी भी कमजोरी आ जाए എപ്പോഴെങ്കിലും ദുർബലത വന്നാൽ ഒരിക്കലും വരാൻ അനുവദിക്കരുത്. വാതിൽ അടച്ചു വെക്കണം. गेट तो पता है ना, ഏത് വാതിലാണെന്ന് പറഞ്ഞില്ലേ? बंद करो। ആ വാതിൽ അടച്ചു വെക്കണം. डबल ताला लगाना 2 പൂട്ടുകൊണ്ട് വേണം അടയ്ക്കേണ്ടത്. नहीं चलता। ഇന്ന് ഒരു പൂട്ടുകൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല. एक याद का ഒന്ന് ഓർമ്മയുടെ പൂട്ട്, मन को രണ്ടാമത്തത് सेवा में बिजी। മനസ്സിനെ സേവനത്തിൽ ബിസിയാക്കി വെക്കണം. ये तो
ഈ രണ്ട് almighty ताले लगा देना. സർവശക്തിയുള്ള പൂട്ടുമായിട്ട് വേണം പൂട്ടാൻ. ഗോദ്രേജിൻ്റെ അല്ല, പകരം ഗോഡിൻ്റെ പൂട്ട്. पक्का जागरण करना. ഉറപ്പുള്ള ജാഗരണം ചെയ്യണം, ഉറപ്പുള്ള വ്രതം സ്വീകരിക്കണം, എടുക്കണം. बाप दादा को हर बच्चे से बाप दादी ഓരോ കുട്ടിയോടും अति प्यार है. വളരെ സ്നേഹമാണുള്ളത്. चाहे लास्ट नंबर भी हो, അത് അവസാന നമ്പറിലുള്ള കുട്ടിയായിക്കോട്ടെ, फिर भी എന്നാലും बाप दादा का ബാപ്പ് ദാദയ്ക്ക് उस बच्चे पर भी अति प्यार. ആ കുട്ടിയോടും വളരെ സ്നേഹമാണ് ഉള്ളത്. जो ऐसे बच्चे ആരാണോ ഇങ്ങനെയുള്ള कोई बाप को मिलने हैं, എന്തുകൊണ്ടാണ് ഇത്രയും സ്നേഹം? कि बाप दादा ഇങ്ങനെയുള്ള മക്കളെ जिसको ब्रह्मांड बच्चे मिलते हैं. ഏതെങ്കിലും അച്ഛനെ കിട്ടിയിട്ടുണ്ടാവുമോ? ബ്രാഹ്മണരായ മക്കളുള്ളത് ഒരു ബാപ്പ് ദാദയ്ക്ക് മാത്രമാണുള്ളത്. कोई भी महात्मा ഏതൊരു മഹാത്മാവിനോ ईश्वरो മഹാമണ്ഡലേശ്വരനോ धर्म पिता हो, ധർമ്മപിതാവോ कोई को भी ऐसे बच्चे मिले हैं. ഒരാൾക്ക് പോലും, ഇങ്ങനെയുള്ള ഒരാൾക്ക് പോലും ഇങ്ങനെയുള്ള बच्चा कहे കിട്ടിയിരിക്കും. बाबा ഓരോ കുട്ടിയും कोई हिस्ट्री में എൻ്റെ ബാബ എന്ന് പറയുന്ന തരത്തിൽ ആരെങ്കിലുമുണ്ടോ? ചരിത്രത്തിലുണ്ടോ? इसलिए बाप दादा അതിനാൽ ബാപ്പ് ദാദ हर बच्चे के ഓരോ महत्व को जान കുട്ടിയുടെയും മഹത്വം അറിയുന്നുണ്ട്. बच्चे कहते हैं, കുട്ടികൾ പറയുന്നു, हम गीत गाते हैं वाह 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 वाह. ഞങ്ങൾ പാട്ട് പാടുകയാണ്. ബാബ പറയുന്നു, आपसे भी താങ്കളെക്കാൾ 100 गुना ज्यादा 100 മടങ്ങ് बाप गीत गाते हैं वाह കൂടുതൽ ബാബ പാട്ട് പാടുന്നു. ആഹാ കുട്ടി, ആഹാ. ठीक है ना. ശരിയല്ലേ? ആഹാ ആഹാ എന്നല്ലേ മധുബനിലുള്ളവർ? ആഹാ കുട്ടികളല്ലേ? पीछे वाले പിന്നിലിരിക്കുന്നവരും ആഹാ ആഹാ കുട്ടികളല്ലേ? ശരി. अच्छा अभी क्या करना है? ഇനി എന്താണ് ചെയ്യേണ്ടത്? बाबा इस बार सेवा का टर्न भोपाल जोन का है. ബാബ ഈ പ്രാവശ്യത്തെ സേവാ ടേൺ भोपाल जोन ഭോപ്പാൽ സോണുകാർക്കാണ്. और
എഴുന്നേക്കൂ. भोपाल जोन के एळनेकू. सभी भाई बहनें उठे. ഭോപ്പാൽ സോണിലുള്ള എല്ലാ സഹോദരി സഹോദരങ്ങളും എഴുന്നേക്കൂ. अच्छा है. വളരെ നല്ലത്. भोपाल भी मध्य प्रदेश में है. ഭോപ്പാൽ മധ്യപ്രദേശത്തിലാണുള്ളത്. मध्य प्रदेश മധ്യപ്രദേശ് बड़ा है. വളരെ വലുതാണ്. तो भोपाल को ഭോപ്പാൽ विशेष बाप दादा ഭോപ്പാലിനെ വിശേഷിച്ച് ബാപ്ദാദ टीचर सुनना ध्यान से. ടീച്ചേഴ്സ് ശ്രദ്ധയോടുകൂടി കേൾക്കണം. दो सेवाएं देने चाहते हैं. 2 സേവ തരാൻ ആഗ്രഹിക്കുന്നു. പറയട്ടെ, पता है कौन सी? എന്താണെന്നുള്ളത് പറയട്ടെ. ऐसी कोई विशेष वीआईपी വിശേഷിച്ച് प्रदेश में है. വിശേഷ VIPs മധ്യപ്രദേശത്തിലുള്ള जानते हैं. ബാപ്ദാദയ്ക്ക് അറിയാം. छिपे हुए हैं. ഒളിഞ്ഞിരിക്കുന്നുണ്ട് അവർ. सिर्फ उसको കേവലം അവരെ मैदान पर लाना है. മൈതാനത്തിലേക്ക് കൊണ്ടുവരണം. और दूसरा രണ്ടാമത്തേത്, जो भी बड़े बड़े सेवा केंद्र हैं എവിടെയെല്ലാം വലിയ വലിയ സേവാ കേന്ദ്രങ്ങളുണ്ടല്ലോ वो लिस्ट देना. അതിൻ്റെ ലിസ്റ്റ് തരണം. वो हर एक बड़े सेंटर जिसके अंदर छोटे उप सेवा केंद्र വലിയ സെൻറ്ററിൻ്റെ താഴെയുള്ള ചെറിയ ചെറിയ സെൻറ്ററുകൾ, ഗീതാ പാഠശാലകൾ നിറയുണ്ട്. उन बड़े सेंटरों को ആ എല്ലാ വലിയ സെൻറ്ററുകളും कम से कम കുറഞ്ഞത് 1 साल के अंदर 1 വർഷത്തിൻ്റെ ഉള്ളിൽ, टाइम दे रहे हैं. വളരെ സമയം ഞാൻ തരുന്നുണ്ട്, 1 വർഷം. എന്നാൽ 1 साल के अंदर 1 വർഷത്തിൻ്റെ ഉള്ളിൽ कम से कम बड़े सेंटर को കുറഞ്ഞത് ഒരു വലിയ സെൻറ്റർക്ക് एक वारिस क्वालिटी सामने लाना है. ഒരു അവകാശി VIPയെ മുന്നിൽ കൊണ്ടുവരണം. लेकिन यज्ञ के अंदर യജ്ഞത്തിൻ്റെ ഉള്ളിൽ वारिस क्वालिटी प्रसिद्ध हो. യജ്ഞത്തിൻ്റെ ഉള്ളിൽ ऐसे नहीं है. അവർ ആ അവകാശി കുട്ടി പ്രസിദ്ധമാണ്. वारिस है लेकिन वो छिप नहीं सकते. അവരെ ഒരിക്കലും ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല. क्वालिटी होगी वो छिप नहीं सकते. അവകാശി കുട്ടികൾക്ക് ഒരിക്കലും ഒളിഞ്ഞിരിക്കാൻ കഴിയില്ല. गुप्त वारिस को नहीं मानते. उसका रिलेशन उसका कनेक्शन അവരുടെ ബന്ധുക്കൾ ഉണ്ടാകും. कायदे परमाणु होना ही है. ऐसा वारिस അങ്ങനെയുള്ള അവകാശി കുട്ടികളെ एक बड़ा सेंटर ഓരോരോ सामने लाए. വലിയ വലിയ സെൻറ്ററുകളും മുന്നിൽ കൊണ്ടുവരണം. सकते हैं ना बड़े सेंटर. ചെയ്യില്ലേ? इसमें नहीं कहना हम तो छोटे हैं. नहीं, छोटे नहीं बनना. छोटे भी बड़े बनना. എല്ലാവരും ചെയ്യണം. टीचर्स ठीक बोला. ചെറിയ സെൻറ്ററാണെങ്കിലും വലിയ സെൻറ്ററാണെങ്കിലും എല്ലാവരും ചെയ്യണം. അവകാശികൾ എവിടെയെല്ലാം ഇരിക്കുന്നുണ്ടോ അവരെല്ലാം കൊണ്ടുവരണം. भोपाल को करना ഭോപ്പാലിന് ചെയ്യണം. ठीक है. ശരിയല്ലേ? भोपाल वाले आप में से ही तो कोई वारिस बनेंगे ना. ഭോപ്പാലുകാർ അവകാശികളെ കൊണ്ടുവരില്ലേ? तो देखेंगे. നോക്കും. वैसे तो 6 मास में तैयार होना चाहिए. लेकिन फिर भी बाप दादा 1 वर्ष की छुट्टी देते हैं. 6 മാസത്തിനുള്ളിൽ എല്ലാം ശരിയാകും. എന്നാലും ഞാൻ ബാപ്ദാദ 1 വർഷം നിങ്ങൾക്ക് സമയം തരികയാണ്. ये गोल्डन चांस तो बाप दादा ഈ സുവർണ അവസരം आते हैं.
കുട്ടികൾക്ക് ബാബ തരികയാണ്. कि बहुत स्वोन्नति के लिए വളരെ ഉന്നതിക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി നല്ല ചാൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. क्योंकि सेवा की जिम्मेवारी भी സേവനത്തിൻ്റെ ഉത്തരവാദിത്തം नहीं है, यज्ञ सेवा की जिम्मेवारी അത് വേറെയല്ല, അത് യജ്ഞസേവനമാണ്, ഭാഗ്യമെടുക്കാനുള്ള സേവനമാണ്. समय ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും സമയമുണ്ട്. और अटेंशन देना पड़ता है. അറ്റൻഷനും നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. तो एक ही अटेंशन है, स्वोन्नति ഉന്നതി, या यज्ञ सेवा. യജ്ഞസേവനം. यज्ञ सेवा का पुण्य യജ്ഞസേവനത്തിൻ്റെ പുണ്യം अगर हर समय जमा करो, ഓരോ സമയവും നിങ്ങൾ पुण्य का खाता ശേഖരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുണ്യത്തിൻ്റെ കണക്ക് बहुत जल्दी बढ़ सकता है. വളരെയധികം കൂടിക്കൊണ്ടിരിക്കും. तो अच्छा किया, വളരെ നന്നായി ചെയ്തു. संख्या भी अच्छी लाई. വളരെ നിറയെ പേര് വന്നിട്ടുണ്ട്. चांस अच्छा लिया. അവസരം എല്ലാവരും നന്നായി എടുത്തു. अभी आगे की रिजल्ट देखेंगे. ഇനി ഇനി റിസൾട്ട് നോക്കും. अच्छा बैठ जाओ. ശരി, എല്ലാവരും ഇരിക്കും. अच्छा अभी सब डबल विदेशी करे हो. ഡബിൾ വിദേശികൾ എഴുന്നേക്കും. ഫോറിനേഴ്സിനോട് എഴുന്നേക്കാൻ പറഞ്ഞു പാപ്പ. बाप दादा को ബാബ്ദാദയ്ക്ക് डबल विदेशों को देख ഡബിൾ വിദേശികളെ കണ്ടിട്ട് की विशेष ഒരു കാര്യത്തിൻ്റെ വിശേഷ സന്തോഷമാണുള്ളത്, एक्स्ट्रा खुशी होती है. എക്സ്ട്രാ സന്തോഷമാണുള്ളത്. അത് ഈ കാര്യത്തിലാണ്. कि शुरू में जब തുടക്കത്തിൽ തന്നെ फॉरेनर्स आए थे, ഡബിൾ വിദേശികൾ വന്നപ്പോൾ टीचर्स को याद होगा, ടീച്ചേഴ്സിന് ഓർമ്മയുണ്ടായിരിക്കും. तो बिना बिना വ്യത്യസ്തമായ कल्चर സംസ്കാരമുള്ളവർ में बड़ी ट्रांसफर होने में मेहनत लगती थी. വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. लेकिन अभी बाप दादा ने देखा है ഇന്ന് ബാബ്ദാദ നോക്കുമ്പോൾ कि इसकी चर्चा इतनी नहीं होती. क्यों? कारण क्या है कि एक दो के संगठन को देख ഓരോരുത്തരുടെയും സംഘടനയെ കണ്ട് अच्छी हुई है. വളരെ നന്നായി ഡെവലപ്മെൻ്റായി പുരോഗമനം വന്നു. सुना भी है कि मेजॉरिटी മെജോറിറ്റി अपने अपने आसपास നിങ്ങളുടെ അടുത്തുള്ളവരെല്ലാവരെയും देने का സന്ദേശം കൊടുക്കുന്നതിന് कोई വേണ്ടി न कोई साधन अपनाते हैं. നിങ്ങൾ എന്തെങ്കിലും देश देने ചെയ്യണം. उमंग अच्छा है. സന്ദേശം കൊടുക്കുന്നതിൻ്റെ ഉണർവും ഉത്സാഹവും വളരെ നന്നായിട്ട് रिजल्ट ഉണ്ട്. में देखा गया है. റിസൾട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. हर टर्न में ഓരോ ടേണിലും विदेशों का ग्रुप कम नहीं होता. വിദേശികളുടെ ഗ്രൂപ്പ് ചെറുതൊന്നുമല്ല വരുന്നത്. अच्छी क्वालिटी भी നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വരുന്നത്. और क्वांटिटी भी बढ़ती जाती. അതേപോലെ തന്നെ എണ്ണവും കൂടി വരുന്നുണ്ട്. एक चंदन का वृक्ष बन गए. അതുകൊണ്ട് ഒരു ചന്ദന വൃക്ഷമായി മാറിയിരിക്കുകയാണ്. പല സംസ്കാരങ്ങളുള്ളവരും ചേർന്ന് ഒരു സുഗന്ധമുള്ള ചന്ദന വൃക്ഷമായി മാറിയിരിക്കുകയാണ്. बाप दादा ഈ खुश होते. ചന്ദന വൃക്ഷത്തെ കണ്ടിട്ട് ബാബ്ദാദയ്ക്ക് വളരെയധികം സന്തോഷമാണ് ഉള്ളത്. समाचार तो बाप दादा के पास पहुंच ही जाते. വാർത്തകളെല്ലാം ന്യൂസുകളെല്ലാം ബാബ്ദാദ എടുത്ത് എത്തുന്നുണ്ട്. ईमेल में भेजते हो നിങ്ങൾ ഇമെയിൽ അയച്ചാലും ശരി, तो बाप दादा के पास तो काफी पहले आती है.
ആദ്യം അത് ബാബ്ദാദയുടെ അടുത്തേക്കാണ് എത്തുന്നത്. सेवा का उमंग है. സേവനത്തിൻ്റെ ഉണർവും ഉത്സാഹവും വളരെ നന്നായിട്ട് ഉണ്ട്. अभी सिर्फ आज का व्रत पक्का करना है. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഇന്നത്തെ ഈ വ്രതം പക്കയാക്കി വെക്കണം. ये ना विदेशी വിദേശികൾ ആദ്യ നമ്പർ എടുക്കുമല്ലോ അല്ലേ? पढ़ लेना है. നമ്പർ നേടണം. कौन सा नंबर? ഏത് നമ്പറാണ്? पहला ആദ്യത്തെ നമ്പർ. कि दूसरा भी चलेगा. രണ്ടാമത്തതും കുഴപ്പമില്ല. അങ്ങനെയാവരുത്. जिसका एक बाप से ആർക്കാണോ ഒരു ബാബയുടെ സ്നേഹമുള്ളത്, प्यार है, वो एक समान एक ही बनेंगे ना. അവർ ഒരേ ഒരാൾക്ക് സമാനം ഒന്നായി തീരുമല്ലോ. जो स्लोगन है एक बाप ही ഒരേ ഒരു संसार है. ബാബ തന്നെയാണ് എൻ്റെ ലോകം. जब है एक संसार എപ്പോഴാണോ ഒരു ലോകം ബാബയായി മാറിയത്, एक हुआ ना. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാം നമ്പറിലല്ലേ വരിക. जैसे आपका टाइटल है निशानी നിങ്ങളുടെ ടൈറ്റിൽ എന്താണ്? डबल फॉरेनर्स. അടയാളം എന്താണ്? ഡബിൾ വിദേശികൾ. शरत में പുരുഷാർത്ഥത്തിൽ संकल्प की दृढ़ता में भी സങ്കല്പത്തിൻ്റെ ദൃഢതയിലും डबल फोर्स का पुरुष ഡബിൾ ഫോഴ്സിൻ്റെ പുരുഷാർത്ഥം ചെയ്ത് കാണിക്കൂ. अटेंशन रखते हैं. അറ്റൻഷൻ വെക്കുന്നുണ്ട്. सिर्फ अंतर क्या हो जाता है? എന്നാൽ എന്താണ് വ്യത്യാസമുണ്ടാകുന്നത്? तीव्रता की दृढ़ता कम हो जाती है. തീവ്രതയുടെ വേഗതയുടെ ദൃഢതയ്ക്ക് കുറവ് സംഭവിക്കുന്നു. बाप दादा भी टॉपिक सुनते हैं. ബാബ്ദാദയും ग्रुप का पुरुषार्थ की विषय കാണുന്നുണ്ട്. देख करके बहुत ഗ്രൂപ്പിൻ്റെ പുരുഷാർത്ഥം കണ്ടിട്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. जब टॉपिक शुरू करते या लक्ष्य रखते हो ना, മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ फोर्स का रखते हो. ലക്ഷ്യം വെക്കുന്ന സമയത്ത് വളരെ ഫോഴ്സായിട്ട് ചെയ്യാൻ സാധിക്കും. पर आता ही है പരീക്ഷകൾ എന്തായാലും വരും, और आना ही है. വരിക തന്നെ വേണം പരീക്ഷകൾ. बिना पेपर कोई पास नहीं होता. പരീക്ഷ വരാതെ പാസ്സാകാൻ സാധിക്കില്ലല്ലോ. उसमें दृढ़ता की कमी हो जाती है. അതിൽ ചിലർക്ക് ദൃഢതയുടെ കുറവ് पुरुषार्थ കുറഞ്ഞു വരുമ്പോൾ അതിനെ സാധാരണ പുരുഷാർത്ഥമായിട്ട് മാറുന്നു. അത് सदा दृढ़ता रहे, അതുകൊണ്ട് സദാ ദൃഢത വേണം. इसकी कमी हो जाती. ഇതിൽ കുറവ് വരുന്നുണ്ട്. तो सब में डबल पुरुषार्थ അതുകൊണ്ട് പുരുഷാർത്ഥത്തിൽ ഡബിൾ പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്. करके ही दिखाएंगे, ചെയ്ത് കാണിക്കണം, के ही दिखाएंगे. ആയി കാണിക്കണം. ठीक है ना? ശരിയല്ലേ? इतना उमंग उत्साह है ना, ഇത്രയും ഉണർവും ഉത്സാഹവും ഇല്ലേ? ഇല്ലേ? लेकिन सब दृढ़ता ഉണ്ട്. ठीक करो. അതുകൊണ്ട് ദൃഢതയിൽ നിങ്ങൾ ചെക്ക് ചെയ്യും. बातों में नहीं जाओ. വെറുതെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ അങ്ങനെ പോകരുത്. देखो ദൃഢത നോക്കൂ. अच्छा, और सभी बैठ जाओ. ശരി, എല്ലാവരും ഇരിക്കും. बाकी जो भी सभी ने ആരെല്ലാം कार्ड भेजे हैं बाप दादा, കാർഡ് അയച്ചിട്ടുണ്ടോ ബാബ്ദാദയ്ക്ക്? पत्र भेजे हैं, കത്തുകൾ greetings भेजे, കത്തുകൾ അയച്ചിട്ടുണ്ടോ? ഗ്രീറ്റിംഗ്സ് കാർഡുകൾ അയച്ചിട്ടുണ്ടോ? वो बाप दादा ने അതെല്ലാം ബാബ്ദാദ स्वीकार की സ്വീകരിച്ചു. और रिटर्न में അതിൻ്റെ റിട്ടേണായി एक
ഓരോരുത്തർക്കും और विशेषता सहित പേര് സഹിതം വിശേഷതാ സഹിതം സ്നേഹസ്മരണകൾ और दुआएं दे रहे हैं, ആശീർവാദങ്ങളും തരികയാണ്. जिन्होंने संकल्प से भी ആരാണോ സങ്കല്പത്തിലൂടെ, कार्ड और पत्र द्वारा नहीं, കാർഡിലൂടെയും പത്രത്തിലൂടെയല്ല, लेकिन दिल से എന്നാൽ ദില്ല് കൊണ്ട്, ഹൃദയം കൊണ്ട്, से भी സങ്കല്പം കൊണ്ട് अपना തൻ്റെ उत्साह ഉണർവും ഉത്സാഹവും भेजा है അയച്ചിട്ടുള്ളത് उन सभी बच्चों को ആ എല്ലാ കുട്ടികൾക്കും बहुत बहुत വളരെ വളരെ पदम गुना കോടി മടങ്ങ് याद प्यार സ്നേഹസ്മരണകൾ, और बाप के दिल की ബാബയുടെ ഹൃദയത്തിൻ്റെ ആശംസകൾ, ആശീർവാദങ്ങൾ बाकी आप सभी നൽകുകയാണ്. നിങ്ങളെല്ലാവരും सन्मुख बैठे हो, സന്മുഖത്തിരിക്കുന്നുണ്ട്. सन्मुख का मजा സന്മുഖത്തിലിരിക്കുന്നതിൻ്റെ ലഹരി और साइंस के साधनों द्वारा സയൻസിൻ്റെ ഉപകരണത്തിലൂടെ चाहे कितना भी स्पष्ट हो, कितना भी എത്ര തന്നെ സ്പഷ്ടമായിട്ട് കാണുന്നുണ്ടോ അല്ലെങ്കിൽ നല്ലതായിട്ട് കാണുന്നുണ്ടോ, എന്നാലും सन्मुख मधुबन മധുബനിൽ മുന്നിലിരുന്ന് ये उन्नति का द्वार ബാബയുമായിട്ട് മിലനം ചെയ്യുക. ഇത് ഉന്നതിക്കുള്ള അല്ലെങ്കിൽ സ്വന്തമാണെന്നുള്ള ആ ഒരു അനുഭവമാണ് മുൻപിലിരിക്കുന്ന സമയത്ത് കിട്ടുന്നത്. अच्छा भी ശരി, ഇപ്പോൾ जो बाप दादा ने कहा എന്താണോ ബാബ്ദാദ പറഞ്ഞത് वो हर एक അത് ഓരോരുത്തരും मिनट के लिए ഒരു മിനിറ്റിന് വേണ്ടി दृढ़ संकल्प स्वरूप में बैठो, ദൃഢസങ്കല്പ സ്വരൂപത്തിലിരിക്കൂ. बहानेबाजी ഒഴിവ് കഴിവ്, आलस അലസത, अलबेलापन അശ്രദ്ധ को हर समय ഈ മൂന്നിനെയും दृढ़ संकल्प द्वारा ദൃഢസങ്കല്പത്തിലൂടെ समाप्त कर സമാപ്തമാക്കി बहुत काल का हिसाब വളരെ കാലത്തിൻ്റെ जमा കണക്ക് करना ही സമ്പാദിക്കുക തന്നെ വേണം. कुछ भी हो എന്ത് സംഭവിച്ചാലും कुछ नहीं देखना है, ഒന്നും നിങ്ങൾ കാണരുത്. लेकिन എന്നാൽ बाप के ബാബയുടെ दिल तख्त नशी ഹൃദയ സിംഹാസനത്തിൻ്റെ बनना എനിക്ക് ഹൃദയ സിംഹാസനധാരിയാകുക തന്നെ വേണം. വിശ്വത്തിൻ്റെ तख्त नशी സിംഹാസനധാരി അങ്ങനെ ആകണം. इस दृढ़ संकल्प ഈ ദൃഢസങ്കല്പം, में सभी बैठो, ഈ ദൃഢസങ്കല്പത്തിൻ്റെ സ്വരൂപത്തിൽ എല്ലാവരും ഇരിക്കൂ.
ശരി. चारों ओर की 4 ഭാഗത്തിലുള്ള सदा സദാ उमंग उत्साह की ഉണർവും ഉത്സാഹത്തിൻ്റെയും अनुभव में रहने वाले അനുഭവത്തിലിരിക്കുന്ന सदा സദാ ദൃഢത सफलता की चाबी സഫലതയുടെ ദൃഢതയാകുന്ന സഫലതയുടെ ചാവിയെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന സദാ ബാബയുടെ साथ കൂടെ कार्य में ഓരോ കാര്യത്തിലും साथी बन रहने वाले കൂട്ടുകാരായിരിക്കുന്ന सदा സദാ नामे ഒരേ ഒരു നാമത്തിൽ और एक नामे മിതവ്യയത്തിൽ एकाग्रता ഏകാഗ്രത स्वरूप में സ്വരൂപരായി आगे से आगे മുന്നോട്ട് उड़ते रहने वाले പറന്നുയരുന്ന दादा के ബാബ്ദാദയുടെ अति लाडले വളരെ ഓമനകളായ सिकिलते കളഞ്ഞുപോയി തിരികെ കിട്ടിയ विशेष बच्चों को വിശേഷത നിറഞ്ഞ കുട്ടികൾക്ക് ബാബ്ദാദയുടെ याद प्यार സ്നേഹ സ്മരണയും और नमस्ते നമസ്കാരവും. तुम्हारा प्यार ओ बाबा सुखों का सार देता है। तुम्हारा प्यार ओ बाबा सुखों का सार देता है। तुम्हारी याद में खुशियों का सब संसार मिलता है। तुम्हारी याद में खुशियों का सब संसार मिलता है। तुम्हारा प्यार ओ बाबा
तेरे हाथों में जिसने हाथ अपना दे दिया बाबा, तेरे हाथों में जिसने हाथ अपना दे दिया बाबा, तेरी राहों में चल कर साथ तेरा ले लिया बाबा, साथ ले लिया बाबा। कमल के फूल सा जीवन जगत में उसका खिलता है, तुम्हारा प्यार ओ बाबा। नजर जिनकी सदा तुम पर बसे जिस दिल में